നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. പാർവതി പോലീസ് സ്റ്റേഷനിൽ പോയിരിക്കുക. പേടിക്കണ്ട, പാർവതി ഒറ്റയ്ക്കല്ല പോയിരിക്കുന്ന, വിശാലേട്ടനുണ്ട് കൂടെ. പിന്നെ നീ ഇത് മുത്തച്ഛനോട് അമ്മയോടൊന്നും പറയണ്ട, അവര് വെറുതെ പേടിക്കും. അവരോട് ഇങ്ങോട്ട് വരണ്ട, ഇവിടെ ഒരു പ്രശ്നമില്ലെന്നങ്ങ് പറഞ്ഞാൽ മതി. എന്താടി പോലീസും പട്ടാളം എന്നൊക്കെ പറയുന്നത് കേട്ടു? എല്ലാം പറയാം. നീ മാല കെട്ടി തീരുമ്പോഴേക്കും ഞാനൊന്ന് വീട്ടിൽ പോയിട്ട് വരാം. നോൺ ബെയിലബിൾ ഒഫൻസ് ആണോ സർ? കൊണ്ടുപോയി കോടതിയിൽ ഹാജരാക്കുക. ശരി സർ. ആ, അവരെയും കൂടി കൊണ്ടുപോയിക്കോ. ഓക്കെ സർ. നടക്കാനല്ലേ നിന്നോട് പറഞ്ഞത്? നടക്ക് സാറേ പ്ലീസ്. വേണ്ട സാറേ. എനിക്കൊരു തെറ്റ് പറ്റിപ്പോയതാ സാറേ, ഇനി ആവർത്തിക്കില്ല സാറേ, പ്ലീസ്. എന്നെ ദയവ് ചെയ്ത് കോടതി കൊണ്ടുപോകല്ലേ സാറേ, പ്ലീസ് സാറേ. നിനക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അതങ്ങ് കോടതി പറഞ്ഞാൽ മതി. അടുക്കരുത്, ആരും അടുക്കരുത്. മാറ്. അയ്യോ വിശാൽ സർ. മാറങ്ങോട്ടോ. ആരേലും തൊട്ടാ ഞാൻ ഇയാളെ കൊല്ലും. മാറിക്കങ്ങോട്ട്. ആരും അടുക്കരുത്. ഇയാളെ ജീവനോടെ വേണമെങ്കിൽ ആരും എന്റെ അടുത്തേക്ക് വരരുത്. ആ നടക്ക്. അയ്യോ വിശാൽ സർ. വിടാനോ പറഞ്ഞ? അടങ്ങി നിൽക്കടാ. അയ്യോ വിശാൽ സർ. വിശാൽ സാർ ഇവിടെ വന്ന അപകടം ഉണ്ടാവുന്ന ഞാൻ ഈ സാറുമാരോടും വലിയ സാറിനോടും ഒക്കെ പറഞ്ഞതാ. ആരും വിശ്വസിച്ചില്ല. ഉദയന്നൂരമ്മ കാത്തു. വിശാൽ സാറിന് ആപത്തൊന്നും ഉണ്ടായില്ലല്ലോ. വേണ്ട, ഇവനെ ഒറ്റയ്ക്ക് കൊണ്ടുപോയാൽ മതി, വിത്ത് സ്ട്രോങ് എസ്കോർട്ട്. വിശാൽ സർ. നടക്കണം, അങ്ങോട്ട് നടക്കണം. സർ, ഞാൻ വിശാൽ ഗോപിനാഥ്, പാർവതിയുടെ ഹസ്ബൻഡ്. നിങ്ങൾ ഹോസ്പിറ്റലല്ലായിരുന്നോ? ഡിസ്ചാർജ് ആയതോ അതോ ചാടിപ്പോന്നതോ? ഒരു തെറ്റും ചെയ്യാത്ത ഭാര്യയെ പോലീസ് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയി എന്നറിഞ്ഞാൽ ഏതെങ്കിലും ഭർത്താവിന് സ്വന്തം കാര്യം നോക്കി ഹോസ്പിറ്റലിൽ കിടക്കാൻ കഴിയുമോ സർ? പാർവതി ഒരു തെറ്റും ചെയ്തിട്ടില്ലെന്ന് നിങ്ങൾക്ക് എങ്ങനെ പറയാൻ കഴിയും? എനിക്ക് പറയാൻ കഴിയും സർ. എങ്ങനെയെന്നാണ് ഞാൻ ചോദിച്ചത്. ആ പൂക്കളിൽ കെമിക്കൽ സ്പ്രേ ചെയ്തത് ഞാനാ. എന്നെ കൊണ്ട് എങ്ങനെ സമാധാനം പറയിപ്പിക്കുമെന്ന് തൽക്കാലം ആലോചിക്കണ്ട. അതിന് ഇനിയും ഒരുപാട് സമയമുണ്ട്. പാർവതിയും കൊണ്ട് വിശാൽ ബ്രോ ഏത് നിമിഷവും കയറി വരും. ബ്രോയോട് എന്ത് സമാധാനം പറയുമെന്നാണ് നിങ്ങൾ മൂന്നുപേരും ഇപ്പൊ ആലോചിക്കേണ്ടത്.
ജീവൻ വേണമെങ്കിലേ അവര് വരുന്നതിന് മുമ്പ് ഇവിടുന്ന് മുങ്ങിക്കും. എന്നിട്ട് ഏതെങ്കിലും വാടക കൊലയാളിയോ പോക്കറ്റടിക്കാരനെയോ കണ്ടുപിടിച്ച് കല്യാണം കഴിക്ക്. നിന്റെ ഒരു സ്റ്റാൻഡേർഡിന് അങ്ങനെയുള്ളവരെയൊക്കെ കിട്ടും. അതെ, ആരെ കെട്ടണതൊക്കെ ഞാൻ തീരുമാനിച്ചോളാം. നിന്റെ ഉപദേശമൊന്നും വേണ്ട കേട്ടോ. ഓ ഇടി വിവരം കെട്ടവളെ, നീ ആഗ്രഹിക്കുന്ന പോലെ ഒരാളെ നിനക്ക് കിട്ടില്ലെന്നാ ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം. പുളിങ്കൊമ്പില് പിടിക്കാനേ ആഗ്രഹം മാത്രം പോരാ, യോഗ്യതയും കൂടി വേണം. കുറഞ്ഞ പക്ഷം മനസ്സെങ്കിലും നന്നായിരിക്കണം. എടി, വിശാല് പാർവതിയും കൊണ്ട് തിരിച്ചു വരുമെന്ന് കരുതിയിട്ടല്ലേ നീ ഈ പറയുന്നതൊക്കെ? ഷോപ്പിങ്ങിന് പോയ ഭാര്യയെ പിക്ക് ചെയ്യാനല്ല വിശാല് പോയത്. ഓ കൊലപാതക ശ്രമത്തിനെ പോലീസ് തെളിവ് സഹിതം അറസ്റ്റ് ചെയ്ത ക്രിമിനലിനെ കൂട്ടിക്കൊണ്ടുവരാനാ. ആ കാഴ്ച കാണാനാണ് നീ കാത്തിരിക്കുന്നതെങ്കിലേ ഒരു 5-6 വർഷം ദാ ആ ഗേറ്റിലേക്ക് നീ നോക്കിയിരിക്കേണ്ടി വരും. കുറഞ്ഞത് 6 വർഷമെങ്കിലും ജയിലിൽ കിടക്കാതെ ഇനി അവള് പുറത്തിറങ്ങില്ല. അത് നിന്റെ ആഗ്രഹം. അങ്ങനെ സംഭവിച്ച അറിയാലോ. വിശാൽ ബ്രോ പറഞ്ഞിട്ട് പോയത് നീ മറന്നിട്ടില്ലല്ലോ. പാർവതി ജയിലിൽ കിടന്ന നിന്നെയും നിന്റെ ചേട്ടനെയും കൊന്നിട്ട് വിശാൽ ബ്രോയും ജയിലിൽ പോവൂന്ന്. അമ്മയെന്ന് വിളിച്ചു പോയതുകൊണ്ട് എന്റെ അമ്മായിയമ്മയെ വിശാൽ ബ്രോ ഒന്നും ചെയ്യില്ല. മുഖത്ത് നോക്കി നല്ല 4 ഡയലോഗ് പറയത്തേ ഉള്ളൂ. പക്ഷേ അങ്കിളിന്റെ കാര്യം അങ്ങനെയല്ല. ബ്രോ കൊല്ലില്ലായിരിക്കും, പക്ഷെ ചാവിട്ടി കൂട്ടും. ഇഞ്ച ചതയ്ക്കുന്നത് പോലെ ചതച്ചരയ്ക്കും. അയ്യോ, എനിക്ക് പേടിയാവുന്നു. എന്നെ ഒന്നും ചെയ്യല്ലെന്ന് പറയേച്ചി. എന്റെ കൈയും കാലും ഒക്കെ വിറയ്ക്കുന്നു. ഒന്ന് പോടി അവിടുന്ന്. അങ്ങനെ വഴി നടിയരുന്ന് വാങ്ങുന്നവനല്ല ഈ പ്രതാപൻ. എനിക്ക് കൊടുത്താ ശീലം. കണ്ടാൽ അറിയാത്തവനെ കൊണ്ടാലേ അറിയൂ. മറിക്ക് മറിക്ക്. എടി എടി എടി. ഇതിനെ ഇനി ഈ കുടുംബത്തിൽ വെച്ച് ഉറപ്പിക്കാനാണ് ഉദ്ദേശം? എത്രയും പെട്ടെന്ന് വിനയോട് പറ ഇവിടെ ഒന്ന് ഡിവോഴ്സ് ചെയ്യാൻ. നല്ല പളുങ്ക് പോലുള്ള ഒരുപാട് വെമ്പിള്ളാരില്ലേ ഈ നാട്ടില്. ഞാൻ ഒപ്പിച്ചുതരാം. ഒരു ഗാർഗി. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.